ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പാണന്മാരുടെ പാട്ട് ഇങ്ങനെ വായിച്ചു പോകുക എന്ന് പറയുന്ന ഗതികേടാണ്. നമുക്ക് പരിചയമുള്ളവരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകളോ ഇതൊക്കെയാണല്ലോ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ പോസ്റ്റ് വിവിധ പോസ്റ്റുകളിൽ വരുന്നു. അവരുടെ ഒരു ജീവചരിത്രം, അവരുടെ ഒരു പൊളിറ്റിക്കൽ ചരിത്രം എന്ന നിലയ്ക്ക് ഇതിങ്ങനെ വായിച്ചു പോകാൻ നമ്മൾ ബാധ്യസ്ഥരാകുക. 4-5 പോസ്റ്റ് നമ്മളുടെ സാധാരണ ചോയ്സ്, അതിനപ്പുറത്തേക്ക് ദാ വരുന്നു കേസിയുടെ ഫോട്ടോ, ദാ വരുന്നു വീഡിയോയുടെ ഫോട്ടോ, ദാ വരുന്നു ചെന്നിത്തലയുടെ ഫോട്ടോ എന്ന നിലയ്ക്കാണ് ഇതുണ്ടാകുന്നത്. മേന്മകളുടെ ഒരു വിളംബരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ എന്നുള്ളതാണ്. മഹൽ ചരിതങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അനന്തര കാലത്ത്, സാമൂഹ്യ മാധ്യമ കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാധാരണ ഒരു പിറന്നാളോ കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളോ വരുന്ന സമയത്ത് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ താരങ്ങളുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അതിൽ കാണുന്ന കുറെ വാചകങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കനൽ വഴി താണ്ടി വന്നവൻ, പ്രതീക്ഷയുടെ ചെറുവെളിച്ചമായവൻ, സംഘടനാ മികവ് കൊണ്ട് അമ്പരപ്പിച്ചവൻ, മാസ്റ്റർ ഡിസൈനർ, ഉയർത്തെഴുന്നേൽപ്പിന് വളമാകുന്നവൻ, വിയർപ്പ് പൊടിച്ചവൻ. ഈ നിലയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്ന ഭാഷാശേഷിയോട് കൂടിയാണ് ഈ സാഹിത്യ ഉത്സവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് കാണുന്ന സാധാരണ മനുഷ്യന്മാർക്ക് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട്. ആ സാമാന്യ ബോധവും ഈ ഏറ്റവും വിശ്വസ്തരായ മനുഷ്യരുടെ അവകാശവാദങ്ങളും കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഈ തലയെടുപ്പുള്ള നേതാക്കൾ വന്നു നിന്നിട്ട് അടങ്ങണം, ശബ്ദം ഉണ്ടാക്കരുത്, ഒന്ന് കഴിയട്ടെ, ഇപ്പോൾ ഇതിനുള്ള അവസരമല്ല എന്ന് പറയുന്നത് നല്ല അസ്സൽ നാടകമാണ്. ഈ ഗ്രൂപ്പ് ഡാൻസിന്റെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? നമ്മൾ കലോത്സവത്തിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ നൃത്തരൂപങ്ങളെയും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാണത്. നമുക്ക് ഒരു പോർഷനിൽ വേണമെങ്കിൽ ഇത്തിരി ഭരതനാട്യം അവതരിപ്പിക്കാം, ഒരു പോർഷനിൽ നമുക്ക് ചവിട്ടുനാടകം കൊണ്ടുവരാം, ഒരു പോർഷനിൽ നമുക്ക് മറ്റെന്തെങ്കിലും കളരിപ്പയറ്റ് വരെ കൊണ്ടുവരാം, നാടോടി നൃത്തം കൊണ്ടുവരാം. ആ നിലയ്ക്കുള്ള ഒരു ഐറ്റമാണ് ഈ ഗ്രൂപ്പ് ഡാൻസ്. എത്രത്തോളം വെറൈറ്റി വരുന്നോ അത്രത്തോളം പോയിന്റ് കിട്ടും എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡാൻസിന്റെ ഒരു സവിശേഷത. അതുണ്ടല്ലോ, അത് നല്ല അന്തസ്സായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എവിടെയാണ് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കെ സുധാകരൻ, ചെന്നിത്തലയുടെ ഒരു എക്സൈറ്റ്മെന്റ് ലെവലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഡോക്ടർ അരുൺകുമാർ ഇലക്ഷൻ എക്സ്പ്രസുമായിട്ട് പോകുന്ന സമയത്ത് ഈ പുട്ടും പയറും പപ്പടം കൂടിയൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് സുധാകരൻ പറയുകയാണ്, ഞാൻ ചെന്നിത്തലയെ പിന്തുണയ്ക്കും. സംശയമല്ല, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെയാണ് പറയുന്നത്. താൻ പറയാൻ പോകുന്നതിന്റെ പ്രഹരശേഷി എന്താണ്, അത് ഉയർത്തിവിടാൻ പോകുന്ന ചർച്ചകൾ എന്താണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ള ഒരു നേതാവ് ഒരു ഇലക്ഷന് തൊട്ട് മുന്നിൽ വെച്ച് ചെന്നിത്തലയുടെ പേര് പറയുകയാണ്. എന്നിട്ട് അതേ കെ സുധാകരൻ കേരളത്തിന്റെ ഭരണ നിർവഹണത്തിന് എത്രത്തോളം ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ KC വേണുഗോപാൽ എന്ന നീണ്ട കുറിപ്പ് കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോയോടുകൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. മുഹമ്മദ് ഷിയാസ് ശരി, ലിജു ശരി, റോജി ജോൺ ശരി, ആ നിരയിലുള്ള നേതാക്കളാണല്ലോ. അപ്പൊ KC വേണുഗോപാൽ എന്താണ് ഇതിന് പ്രതികരണം നടത്തുന്നത്? അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകും. മുതിർന്ന നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിലൊരു സേ ഉണ്ട് എന്നാണ് KC വേണുഗോപാൽ പറയാതെ പറയുന്നത്. അപ്പൊ ആ നിലയ്ക്കാണ് അത് പുരോഗമിക്കുന്നത്. ഫലം വന്ന് 5 മിനിറ്റിനകം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്നാണല്ലോ PC വിശ്വനാഥ് ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഈ കമന്റുകളിൽ ഏറ്റവും അവസാനമായിട്ട് ഇതിന്റെ നോക്കുമ്പം VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. എറണാകുളത്ത് നിന്നാണോ മുഖ്യമന്ത്രി, ആലപ്പുഴയിൽ നിന്നാണോ മുഖ്യമന്ത്രി, ഡൽഹിയിൽ നിന്നാണോ മുഖ്യമന്ത്രി? കാരണം VD, KC, ചെന്നിത്തല എന്നതിനൊപ്പം വനിത എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഡൽഹിയിൽ നിന്നൊരു മുഖ്യമന്ത്രി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ചതുഷ്കോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ആരുമില്ല, നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ മോഹമില്ലാത്തവർ, ഭൈമീ കാമുകന്മാരല്ലാത്തവർ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഇല്ല എന്ന അവസ്ഥയിലാണ് ഈ കസാരകളി നടക്കുന്നത് എന്നതാണ്.